Hi friends, Assalamualaikum. Welcome back to my channel THAHI'S Bake World. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ്. നല്ലൊരു ചിക്കൻ 65 ബിരിയാണിയാണ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഉണ്ടാക്കുന്ന ബിരിയാണി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ബിരിയാണിയേക്കാളും കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റാണ് ഈ ബിരിയാണിക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോന് 200 ഗ്രാമുള്ള ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായി കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണ് മുളക് പൊടി, 1.5 ടീസ്പൂണ് ചിക്കൻ 65 മസാല, ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂണ് നല്ല തൈര്. ഇവയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് തന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊരു 1/2 അവർ അവിടെ മാറ്റി വെക്കാം. പിന്നെ ഇവിടെ ഒരു ഒനിയൻ ഞാൻ നല്ല തിന്നായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ഫ്രൈ ചെയ്യുന്ന ഒനിയൻ നമുക്ക് ദമ്മിടുമ്പോഴും അതുപോലെ തന്നെ ഗാർണിഷ് ചെയ്യുമ്പോഴൊക്കെ ആവശ്യമായിട്ടുള്ളതാണ്. അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ടൊരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി അതിലേക്കിട്ട് നമുക്ക് ഈ ഒനിയൻ നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇനി ഈ സെയിം ഓയിലിട്ട് തന്നെ നമുക്ക് കുറച്ച് കാഷ്യൂ ഫ്രൈ ചെയ്തെടുക്കാം. വേണമെങ്കിൽ കുറച്ച് കിസ്മിസും ഇട്ട് ഫ്രൈ ചെയ്യാം. ഞാനിവിടെ കാഷ്യൂ മാത്രമാണ് ഫ്രൈ ചെയ്യുന്നത്. ഇപ്പം ഞാൻ കാഷ്യൂം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഓയിലിൽ തന്നെ നമുക്ക് ചിക്കൻ ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ അതിനൊക്കെ വേണ്ടി തന്നെ ഫസ്റ്റ് തന്നെ കുറച്ചധികം ഓയിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. മസാലയൊക്കെ ഇനി ഈ ഓയിലിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് ആദ്യം ഒന്ന് ഈ ചിക്കനൊന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനൊക്കെ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇതേ ഓയിലിൽ തന്നെ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു 4 ഉള്ളി നല്ല തിന്നായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് മൂടി വെച്ച് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം. നമ്മൾ മൂടിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വാടിക്കിട്ടും. ഞാനിവിടെ 4 ഉള്ളിയാണ് മസാലയ്ക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ഉള്ളി ഫ്രൈ ചെയ്യാനും. അങ്ങനെ മൊത്തം 5 ഉള്ളിയാണ് ഞാൻ ബിരിയാണിക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ഉള്ളി ഒന്ന് വാടുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് നന്നായിട്ട് ചൂടായതിന് ശേഷം അതിലേക്ക് ഒരു 1/2 കപ്പിൽ കുറച്ച് കുറവായിട്ട് ഗീയും ഓയിലും കൂടെ മിക്സ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഗീയുടെയും ഓയിലിൻ്റെയൊക്കെ അളവ് കൂട്ടിയോ കുറയ്ക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ അതിലേക്ക് ഒരു 1/2 ഒനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2 പട്ട, ഒരു 3-4 ഗ്രാമ്പൂ, കുറച്ച് ഏലക്കായ, ഒരു 4-5 ഏലക്കായൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഒനിയൻ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് അരിയിടാം. ഇപ്പോൾ ഒനിയനൊക്കെ കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കഴുകി ഊറ്റി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് ഈ ഓയിലൊന്ന് വറുത്തെടുക്കണം. നമുക്ക് ഈ ഒരു സ്പൂൺ കൊണ്ട് ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഇതൊന്ന് വറുത്തെടുക്കാം. ഈ റൈസ് ഒന്ന് വറുത്തെടുക്കണം. ഈ അരി ഏകദേശം ഒരു 5 മിനിറ്റോളം ഞാൻ ഈ ഓയിലിട്ടൊന്ന് ഇങ്ങനെ വറുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ 6 കപ്പ് നല്ല തിളച്ച വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന തോതിലാണ് വെള്ളം ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഈ വെള്ളത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഇളക്കി ഇതൊന്ന് മൂടി വെച്ച് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം.
അതിനായിട്ട് ഇതൊന്ന് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. ഇവിടെ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു 8 പച്ചമുളകും കൂടി ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് ചതച്ചതാണ്. അതിട്ട് കൊടുക്കാം. പച്ചമുളകിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയാൽ കുറയ്ക്കുക, എന്ത് വേണമെങ്കിലും ചെയ്യാം. 8 പച്ചമുളക് എന്നുള്ളത് കറക്റ്റായിട്ടുള്ളൊരു പാകമാണ് ഇതിന്, ഈ റൈസിന്. ഇവിടെ നമുക്കൊക്കെ നിങ്ങൾക്ക് എരിവ് ഇത്ര വേണ്ടെങ്കിൽ കുറച്ച് കുറക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്, അതിട്ട് കൊടുത്ത് ഇനി ഇതൊന്ന് മൂടി വെച്ച് നമുക്ക് ഈ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആകുന്നത് വരെ ഇതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഈ മൂടിയൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് ആ മല്ലിയിലയ്ക്ക് ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടി കുറച്ച് സമയം ഇതൊന്ന് മൂടി വെക്കാം. എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ലെമണിൻ്റെ സീഡൊക്കെ അതിലേക്ക് വീണിട്ടുണ്ട്, കുരുവൊക്കെ അതിലേക്ക് വീണിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. അല്ലെങ്കിൽ നമ്മൾ ബിരിയാണി കഴിക്കുന്ന സമയത്ത് അത് കടിച്ചാൽ വല്ലാത്തൊരു കയ്പ്പായിരിക്കും. അതുകൊണ്ട് തന്നെ ലെമണിൻ്റെ കുരുവൊക്കെ ആയതൊക്കെ നമുക്ക് എടുത്ത് മാറ്റാം. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കുറച്ച് സമയം ഇതൊന്ന് വേവിക്കാം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ നെയ്ച്ചോറൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിന്ന് ഒരു പകുതിയോളം നമുക്കെടുത്ത് മാറ്റണം. ദം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിൽ നിന്ന് പകുതി ഭാഗം നമുക്കെടുത്ത് മാറ്റാം. ഇപ്പോൾ പകുതിയോളം റൈസ് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇനി അതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഫ്രൈ ചെയ്തിട്ടുള്ള ഒനിയനും കാഷ്യൂം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. ഇനി ലാസ്റ്റ് ഏറ്റവും മുകളിലായിട്ട് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചോറും കൂടി ഇട്ട് കൊടുത്ത് ഇനി ഇതിന് മുകളിൽ കുറച്ച് കട്ട് ചെയ്തിട്ടുള്ള മല്ലിയില, പിന്നെ കുറച്ച് ഗരം മസാല, നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒനിയനും കാഷ്യൊക്കെ ഇട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒരു 20 മിനിറ്റ്സ് ഇതൊന്ന് ദം ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് വിളമ്പാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും കൂടുതൽ വീഡിയോകളുമായിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഓക്കെ, താങ്ക് യു.